ഒന്ന്, ഹോഗനാക്കൽ വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്? ഹോഗനാക്കൽ വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്? ഉത്തരം കാവേരി. ദക്ഷിണേന്ത്യയിലെ പ്രശസ്തമായ വെള്ളച്ചാട്ടങ്ങളിൽ ഒന്നാണ് തമിഴ്നാട്ടിലെ ധർമ്മപുരി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഹോഗനാക്കൽ വെള്ളച്ചാട്ടം. അപ്പോൾ ദക്ഷിണേന്ത്യയിലെ പ്രശസ്തമായ വെള്ളച്ചാട്ടങ്ങളിൽ ഒന്നാണ് തമിഴ്നാട്ടിലെ ധർമ്മപുരി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഹോഗനാക്കൽ വെള്ളച്ചാട്ടം. അടുത്തത്, തമിഴ്നാട് കർണാടക സംസ്ഥാനങ്ങളുടെ അതിർത്തിയിൽ കാവേരി നദിയിലാണ് ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഹോഗനാക്കൽ വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്? കാവേരി നദിയിലാണ്. ഏത് സംസ്ഥാനമാണ്? തമിഴ്നാട് കർണാടക സംസ്ഥാനങ്ങളുടെ അതിർത്തിയിലാണ്, കാവേരി നദിയിലാണ് എന്ത് ഹോഗനാക്കൽ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. 2, 4 കാലുകളുടെയും മുട്ടുകൾ ഒരുപോലെ മടക്കാൻ കഴിയുന്ന മൃഗം ഏത്? 4 കാലുകളുടെയും മുട്ടുകൾ ഒരുപോലെ മടക്കാൻ കഴിയുന്ന മൃഗം ഏത്? ഉത്തരം ആന. 3, നാവിക പരിശീലന കേന്ദ്രമായ INS വെണ്ടുരുത്തി എവിടെയാണ്? നാവിക പരിശീലന കേന്ദ്രമായ INS വെണ്ടുരുത്തി എവിടെയാണ്? ഉത്തരം കൊച്ചി. INS വെണ്ടുരുത്തി കേരളത്തിലെ കൊച്ചിയിൽ വില്ലിംഗ്ടൺ ദ്വീപിൽ സ്ഥിതി ചെയ്യുന്നു. ഇത് ദക്ഷിണ നോവൽ കമാൻഡറിന്റെ ആസ്ഥാനമാണ്. കൂടാതെ ഇന്ത്യൻ നാവികസേനയുടെ ഏറ്റവും വലിയ പരിശീലന സ്ഥാപനം കൂടിയാണ് എന്ത്? INS വെണ്ടുരുത്തി. ഇത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കൊച്ചിയിലാണ്. ഏത് സംസ്ഥാനമാണ്? ഇന്ത്യയിൽ എവിടെയാണെന്ന് വെച്ചാൽ കേരളത്തിലെ കൊച്ചിയിലാണ്. ഏത് ദ്വീപിലാണ് ചോദിച്ചാൽ വില്ലിംഗ്ടൺ ദ്വീപിലാണ് സ്ഥിതി ചെയ്യുന്നത്. 4, നാഷണൽ ഫിസിക്കൽ ലാബോറട്ടറി എവിടെയാണ്? നാഷണൽ ഫിസിക്കൽ ലാബോറട്ടറി എവിടെയാണ്? ഉത്തരം ന്യൂഡൽഹി. 5, നാഷണൽ ജുഡീഷ്യൽ അക്കാദമി എവിടെയാണ്? നാഷണൽ ജുഡീഷ്യൽ അക്കാദമി എവിടെയാണ്? ഉത്തരം ഭോപ്പാൽ. 6, നീതിയുടെ ചങ്ങല സ്ഥാപിച്ച മുഗൾ ചക്രവർത്തി ആര്? നീതിയുടെ ചങ്ങല സ്ഥാപിച്ച മുഗൾ ചക്രവർത്തി ആര്? ഉത്തരം ജഹാംഗീർ. നീതിയുടെ ചങ്ങല സ്ഥാപിച്ച മുഗൾ ചക്രവർത്തിയായ ജഹാംഗീറാണ്. അപ്പോൾ നീതിയുടെ ചങ്ങല സ്ഥാപിച്ചത് ആരാണ്? മുഗൾ ചക്രവർത്തിയായ ജഹാംഗീറാണ്. നീതിയുടെ സുവർണ ശൃംഖല എന്നറിയപ്പെട്ടിരുന്ന ഈ ചങ്ങല എന്ത് പേരിൽ അറിയപ്പെട്ടിട്ടുണ്ട്? നീതിയുടെ സുവർണ ശൃംഖല എന്നറിയപ്പെട്ടിരുന്ന ഈ ചങ്ങല സാധാരണ പൗരന്മാർക്ക് നീതി തേടി ചക്രവർത്തിയെ നേരിട്ട് സമീപിക്കാനുള്ള സൗകര്യമൊരുക്കി. സാധാരണ പൗരന്മാർക്ക് നീതി തേടി ചക്രവർത്തിയെ നേരിട്ട് സമീപിക്കാനുള്ള സൗകര്യമൊരുക്കി. ആഗ്ര കോട്ടയ്ക്ക് പുറത്ത് സ്ഥാപിച്ചിരുന്ന ഈ ചങ്ങല വലിച്ച് മണി മുഴക്കുമ്പോൾ പൗരന്മാർക്ക് ചക്രവർത്തിയെ വിളിക്കാനും അവർ നേരിടുന്ന അനീതികൾ അറിയിക്കാനും സാധിച്ചിരുന്നു. 7, പച്ചയില ചുവപ്പ് പ്രകാശത്തിൽ എന്തു നിറത്തിൽ കാണപ്പെടുന്നു? പച്ചയില ചുവപ്പ് പ്രകാശത്തിൽ എന്ത് നിറത്തിലാണ് കാണപ്പെടുന്നത്? ഉത്തരം കറുപ്പ് നിറത്തിൽ. ചുവപ്പ് പ്രകാശത്തിൽ ഒരു പച്ച ഇല കാണപ്പെടുന്നത് ഏത് നിറത്തിലാണ്? കറുപ്പ് നിറത്തിലാണ്. കാരണം പച്ച ഇലകൾ പച്ചപ്രകാശം പ്രതിഫലിപ്പിക്കുകയും ബാക്കി പ്രകാശത്തെ ആഗിരണം ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ പച്ച ഇലകൾ പച്ചപ്രകാശം പ്രതിഫലിപ്പിക്കുകയും ബാക്കി പ്രകാശത്തെ ആഗിരണം ചെയ്യുകയും ചെയ്യുന്നു. എന്നാൽ ചുവപ്പ് പ്രകാശത്തിൽ ഇലകൾ പ്രതിഫലിപ്പിക്കാൻ പച്ചപ്രകാശം ഇല്ലാത്തത് കൊണ്ട് അവ ചുവപ്പ് പ്രകാശത്തെ പൂർണ്ണമായും ആഗിരണം ചെയ്യുകയും കറുപ്പ് നിറത്തിൽ കാണപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ പച്ച ഇല ചുവപ്പ് പ്രകാശത്തിൽ എന്ത് നിറത്തിലാണ് കാണപ്പെടുന്നത്? കറുപ്പ് നിറത്തിലാണ് കാണപ്പെടുന്നത്. കാരണം ചോദിച്ചാൽ പച്ച ഇലകൾ പച്ചപ്രകാശം പ്രതിഫലിപ്പിക്കുകയും ബാക്കി പ്രകാശത്തെ ആഗിരണം ചെയ്യുകയുമാണ് ചെയ്യുന്നത്. എന്നാൽ ചുവപ്പ് പ്രകാശത്തിൽ ഇലകൾക്ക് പ്രതിഫലിപ്പിക്കാൻ പച്ചപ്രകാശം ഇല്ലാത്തത് കൊണ്ട് അവ ചുവപ്പ് പ്രകാശത്തെ പൂർണ്ണമായും ആഗിരണം ചെയ്യുകയും കറുപ്പ് നിറത്തിലാണ് അപ്പം ഇല കാണപ്പെടുകയും ചെയ്യുന്നത്. 8, പഞ്ചസാരയിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങൾ ഏതൊക്കെയാണ്? പഞ്ചസാരയിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. 9, പഞ്ചാബിലെ നദികളിൽ ഏറ്റവും വലുത് ഏതാണ്? പഞ്ചാബിലെ നദികളിൽ ഏറ്റവും വലുത് സത്ലജാണ്. 10, പഞ്ചാബ് സിംഹം എന്നറിയപ്പെട്ട നേതാവ് ആര്? പഞ്ചാബ് സിംഹം എന്നറിയപ്പെട്ട നേതാവ് ആര്? ഉത്തരം ലാലാ ലജ്പത് റായ്. 11, പഞ്ചായത്ത് രാജ് സംവിധാനത്തിന് ആ പേര് നൽകിയത് ആര്? പഞ്ചായത്ത് രാജ് സംവിധാനത്തിന് ആ പേര് നൽകിയത് ആരാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു. 12, പഞ്ചായത്ത് രാജ് ദിനമായി ആചരിക്കുന്നത് എന്ന്? പഞ്ചായത്ത് രാജ് ദിനമായി ആചരിക്കുന്നത് എന്ന്? ഉത്തരം ഏപ്രിൽ 24. പഞ്ചായത്ത് രാജ് ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഏപ്രിൽ 24.
24. ഇന്ത്യയിൽ എല്ലാ പൗരന്മാർക്കും ഏപ്രിൽ 24 ദേശീയ പഞ്ചായത്ത് ദിനമായി ആചരിക്കുന്നത്. അപ്പോൾ ദേശീയ പഞ്ചായത്ത് ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഏപ്രിൽ 24 ഇന്ത്യയിൽ എല്ലാ വർഷവും ഏപ്രിൽ 24 ദേശീയ പഞ്ചായത്ത് രാജ് ദിനമായിട്ട് ആചരിക്കുന്നത്. 1992 73 ഭരണഘടനാ ഭേദഗതി പ്രാബല്യത്തിൽ വന്നതിൻ്റെ സ്മരണാർത്ഥമാണ് ഈ ദിനം ആചരിക്കുന്നത്. ഇതിൻ്റെ കാരണം എന്താണ്? 1992 73 ഭരണഘടനാ ഭേദഗതി പ്രാബല്യത്തിൽ വന്നതിൻ്റെ സ്മരണാർത്ഥമാണ് ഈ ദിനം ആചരിക്കുന്നത്. ഇത് പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ പദവി നൽകി. 13. പമ്പയുടെ പതനസ്ഥാനം എവിടെ? പമ്പയുടെ പതനസ്ഥാനം എവിടെയാണ്? ഉത്തരം വേമ്പനാട്ടുകായൽ. പമ്പയുടെ പതനസ്ഥാനം എവിടെയാണ്? വേമ്പനാട്ടുകായൽ. പമ്പ നദിയുടെ പതനസ്ഥാനം വേമ്പനാട്ടുകായലാണ്. എന്നാൽ പമ്പ നദി പുളിച്ചിമലയിൽ നിന്ന് ഉത്ഭവിക്കുകയും പിന്നീട് വേമ്പനാട്ടുകായലിൽ ചേരുകയും ചെയ്യുന്നു. അപ്പം പമ്പയുടെ പതനസ്ഥാനം എവിടെയെന്ന് ചോദിച്ചാൽ അത് വേമ്പനാട്ടുകായലാണ്. പമ്പ നദിയുടെ ഉത്ഭവം എവിടെയെന്ന് ചോദിച്ചാൽ പുളിച്ചിമലയിൽ നിന്നാണ്. പറുദീസയിലെ വിത്ത് എന്നറിയപ്പെട്ടത് ഉത്തരം ഏലക്കായി. 15. പാർലമെന്റുകളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ഉത്തരം ബ്രിട്ടൻ. പാർലമെന്റുകളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ബ്രിട്ടീഷ് പാർലമെന്റാണ്. 19-ാം നൂറ്റാണ്ടിലെ ബ്രിട്ടീഷ് രാഷ്ട്രീയ നേതാവായ ജോൺ ബ്രൈറ്റ് ആണ് ഈ പ്രയോഗം ആദ്യമായി ഉപയോഗിച്ചത്. ആരാണ് ഈ പ്രയോഗം ആദ്യമായി ഉപയോഗിച്ചത്? ജോൺ ബ്രൈറ്റ് ആണ് ഈ പ്രയോഗം ആദ്യമായിട്ട് ഉപയോഗിച്ചത്. 19-ാം നൂറ്റാണ്ടിലെ ബ്രിട്ടീഷ് രാഷ്ട്രീയ നേതാവായ ജോൺ ബ്രൈറ്റ് ആണ് ഈ പ്രയോഗം ആദ്യമായി ഉപയോഗിച്ചത്. ലോകത്തിലെ പല രാജ്യങ്ങളിലും നിലവിലുള്ള പാർലമെന്ററി ജനാധിപത്യ സംവിധാനത്തിന് മാതൃകയായത് ബ്രിട്ടീഷ് പാർലമെന്റ് ആയതുകൊണ്ടാണ് ഈ പേര് ലഭിച്ചത്. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്ന പല രാജ്യങ്ങളും അവരുടെ പാർലമെന്ററി സംവിധാനങ്ങൾ രൂപപ്പെടുത്തിയത് ബ്രിട്ടീഷ് മാതൃക പിന്തുടർന്നു കൊണ്ടാണ്. ബ്രിട്ടീഷ് പാർലമെന്റിന്റെ പ്രത്യേകതകളാണ് ഇനി പറയാൻ പോകുന്നത്. ഇതിൽ പരമാധികാരമുള്ള 2 സഭകളുണ്ട്. ഒന്ന് ഹൗസ് ഓഫ് ലോർഡ്സും ഹൗസ് ഓഫ് കോമൺസും ആണ്. അപ്പം ഇതിൽ പരമാധികാരമുള്ള 2 സഭകളുണ്ട്. ഏതൊക്കെയാണ്? ഹൗസ് ഓഫ് ലോർഡ്സും ഹൗസ് ഓഫ് കോമൺസും. പാർലമെന്റ് എന്ന വാക്കിന് അർത്ഥം എന്താണ്? ഒരു പ്രസംഗം എന്നാണ്. പാർലമെന്റ് എന്ന വാക്കിന് അർത്ഥം എന്ന് വെച്ചാൽ പ്രസംഗം എന്നാണ്. 13-ാം നൂറ്റാണ്ടിൽ സന്യാസിമാർ അവരുടെ ചർച്ചകൾ വിവരിക്കാൻ ഈ വാക്ക് ഉപയോഗിച്ചിരുന്നു. അപ്പോൾ 13-ാം നൂറ്റാണ്ടിൽ സന്യാസിമാർ അവരുടെ ചർച്ചകൾ വിവരിക്കാൻ ഈ വാക്കുകൾ ഉപയോഗിച്ചിരുന്നു. 1239 മാത്യു പാരിസ് എന്ന സന്യാസി ഒരു കൗൺസിൽ യോഗത്തെക്കുറിച്ച് വിവരിക്കാനും ഈ പദം ഉപയോഗിച്ചു. 1239 മാത്യു പാരിസ് എന്ന ഒരു സന്യാസി ഒരു കൗൺസിലിംഗ് യോഗത്തെക്കുറിച്ച് വിവരിക്കാനും ഈ പദം ഉപയോഗിച്ചിട്ടുണ്ട്. 16. പാർലമെന്റിന്റെ ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ആര്? പാർലമെന്റിന്റെ ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ആരാണ്? ഉത്തരം ലോകസഭാ സ്പീക്കർ. 17. പാർലമെന്റ് നടപടി ക്രമങ്ങളിൽ ശൂന്യവേള എന്ന സമ്പ്രദായം ഇന്ത്യയിൽ ആരംഭിച്ച വർഷം. പാർലമെന്റ് നടപടി ക്രമങ്ങളിൽ ശൂന്യവേള എന്ന സമ്പ്രദായം ഇന്ത്യയിൽ ആരംഭിച്ച വർഷം. ഉത്തരം 1962 ശൂന്യവേള എന്ന സമ്പ്രദായം ഇന്ത്യയിൽ ആരംഭിച്ചത്. പാർലമെന്റ് നടപടിക്രമങ്ങൾ ശൂന്യവേള അതായത് 0 ഹവർ എന്ന സമ്പ്രദായം ഇന്ത്യയിൽ ആരംഭിച്ചതെന്നാണ് 1962. പാർലമെന്റ് ചട്ടങ്ങളിൽ ഔദ്യോഗികമായി രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു സമ്പ്രദായമല്ല. ചോദ്യോത്തരവേള കഴിഞ്ഞ ഉടൻ അതായത് ഉച്ചക്ക് 12 മണിക്ക് ശേഷം മുൻകൂട്ടി അറിയിക്കാതെ പൊതുപ്രാധാന്യമുള്ള വിഷയങ്ങൾ ഉന്നയിക്കാൻ അംഗങ്ങൾക്ക് ലഭിക്കുന്ന സമയം ആയതുകൊണ്ടാണ് ഇതിന് ശൂന്യവേള എന്ന് പേര് വന്നത്. ശൂന്യവേള എന്ന് പേര് വരാൻ കാരണം എന്താണ്? പാർലമെന്റ് ചട്ടങ്ങൾ ചോദ്യോത്തരവേള കഴിഞ്ഞ ഉടൻ അതായത് ഉച്ചക്ക് 12 മണിക്ക് ശേഷം മുൻകൂട്ടി അറിയിക്കാതെ പൊതുപ്രാധാന്യമുള്ള വിഷയങ്ങൾ ഉന്നയിക്കാൻ അംഗങ്ങൾക്ക് ലഭിക്കുന്ന സമയം ആയതുകൊണ്ടാണ് ഇതിന് ശൂന്യവേള എന്ന് പേര് വന്നത്. ഈ ആശയം ഇന്ത്യൻ പാർലമെന്റിന്റെ തനതായ സംഭാവനയായി കണക്കാക്കപ്പെടുന്നു. 18. പാലക്കാട് കോട്ട നിർമ്മിച്ചത് ആര്? പാലക്കാട് കോട്ട നിർമ്മിച്ചത് ആരാണ്? ഉത്തരം ഹൈദരലി. പാലക്കാട് കോട്ട നിർമ്മിച്ചത് ഉത്തരം ഹൈദരലി. കേരളത്തിലെ പാലക്കാട് പട്ടണത്തിന്റെ ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന കോട്ടയാണ് പാലക്കാട് കോട്ട. കേരളത്തിലെ പാലക്കാട് പട്ടണത്തിന്റെ ഹൃദയഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന കോട്ടയാണ് പാലക്കാട് കോട്ട. ടിപ്പു സുൽത്താന്റെ അച്ഛനായ
മൈസൂർ രാജാവായിരുന്ന ഹൈദരലി, അതായത് ടിപ്പു സുൽത്താൻ്റെ അച്ഛനായ മൈസൂർ രാജാവായ ഹൈദരലിയാണ് 1266 പണി കഴിപ്പിച്ച ഈ കോട്ട പിന്നീട് പിടിച്ചടക്കിയ ബ്രിട്ടീഷുകാർ കോട്ട എന്ന് പുനരുദ്ധരിച്ചു. അത് ഇത് ആരെ നിർമ്മിച്ചെന്ന് ചോദിച്ചാൽ പാലക്കാട് കോട്ട നിർമ്മിച്ചത് ആരാ? ഹൈദരലിയാണ്. കേരളത്തിലെ പാലക്കാട് പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്തായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പാലക്കാട് കോട്ട ടിപ്പു സുൽത്താൻ്റെ അച്ഛനായ മൈസൂർ രാജാവായിരുന്ന ഹൈദരലിയാണ് 1266 എന്ത് ഈ കോട്ട പണി കഴിപ്പിച്ചത്. പിന്നീട് ബ്രിട്ടീഷുകാർ ഈ കോട്ട അവരുടെ കോട്ട എന്ന് പറയുകയും ചെയ്തു. 19 പാരമ്പര്യ ഗുണങ്ങളെ അടുത്ത തലമുറയിലേക്ക് പകരാൻ സഹായിക്കുന്നത് ഉത്തരം ജീനുകൾ. പാരമ്പര്യ ഗുണങ്ങളെ അടുത്ത തലമുറയിലേക്ക് പകരാൻ സഹായിക്കുന്നതാണ് ജീനുകൾ. DNA തന്മാത്രകളിലുള്ള ചെറുഘടകങ്ങളാണ് ജീനുകൾ. അപ്പോൾ DNA തന്മാത്രകളിലുള്ള ചെറുകണങ്ങളാണ് ജീനുകൾ. ഓരോ ജീനും ഒരു പ്രത്യേക ഗുണത്തെയാണ് നിർണ്ണയിക്കുന്നത്. ഉദാഹരണത്തിന് കണ്ണിൻ്റെ നിറം, മുടിയുടെ ഘടന, ഉയരം. മാതാപിതാക്കളിൽ നിന്ന് ഈ ജീനുകൾ അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നതിലൂടെയാണ് പാരമ്പര്യ ഗുണങ്ങൾ അടുത്ത തലമുറയിലേക്ക് എത്തുന്നത്. ഈ പ്രക്രിയയാണ് പാരമ്പര്യ കൈമാറ്റം എന്ന് പറയുന്നത്. പാലരുവി വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്? പാലരുവി വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്? ഉത്തരം കൊല്ലം. പാലരുവി വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്? കൊല്ലം. പാലരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ കൊല്ലം ജില്ലയിലാണ്. അപ്പോൾ പാലരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേരളത്തിലെ കൊല്ലം ജില്ലയിലാണ്. ഇത് കൊല്ലം ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ്. പാലരുവി വെള്ളച്ചാട്ടം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കൊല്ലം ജില്ലയിലാണ്. കൊല്ലം ജില്ലയിലെ ആര്യങ്കാവ് ഗ്രാമത്തിൽ ചെങ്കോട്ട കൊല്ലം പാതയ്ക്ക് സമീപത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. കൊല്ലം ജില്ലയിലെ ആര്യങ്കാവ് ഗ്രാമത്തിൽ ചെങ്കോട്ട ടു കൊല്ലം പാതയ്ക്ക് സമീപത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇതിന് ഏകദേശം 91 മീറ്റർ, അതായത് 300 അടി ഉയരമുണ്ട്. ഇന്ത്യയിലെ 40ഓളം വലിയ വെള്ളച്ചാട്ടങ്ങളിൽ ഒന്നാണ് പാലരുവി വെള്ളച്ചാട്ടം.